വയനാട് പുനരധിവാസത്തിന് മുസ്ലിം ലീഗ് ഭവന പദ്ധതിക്കായി വാങ്ങിയ ഭൂമി ഇപ്പോൾ നിയമക്കുരുക്കിലായിട്ടുണ്ട്. വാങ്ങിയ ഭൂമിയിൽ ഒരു ഭാഗം തോട്ടഭൂമിയാണെന്ന് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട്. അതായത് ലീഗുകാർ ഈ ഭവന പദ്ധതിക്കായി പിരിച്ചത് 40 കോടിയാണ്. അപ്പം വാർത്തയുടെ വിവരങ്ങൾ സമാനമായി UDF-ലെ കോൺഗ്രസും അത് കണ്ടിട്ടില്ല, അതിനെക്കുറിച്ച് വ്യക്തതയില്ല. അതും വലിയ പരാതിയായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ക്യാമ്പിലൊക്കെ എത്തിയാണ്. എന്തായാലും നമുക്ക് ഈ ലീഗുകാരുടെ വാർത്തയുടെ വിവരങ്ങളിലേക്ക് ഒന്ന് പോയാലോ. ജോഷിലയാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ജോഷില, എന്താണ് ഈ ലീഗ് വാങ്ങിയ ഭൂമിയിലെ നിയമക്കുരുക്ക്? 40 കോടിയാണല്ലോ ഈ ഭവന പദ്ധതിക്കായി പിരിച്ചിട്ടുള്ളത്. തീർച്ചയായും അജിംഷാദ്, വലിയൊരു പ്രശ്നം തന്നെയാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുറത്തു വരുന്ന കാര്യം. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് ഭവന പദ്ധതിക്കായി വാങ്ങിയ ഭൂമി ഇപ്പോൾ നിയമക്കുരുക്കിലായിരിക്കുകയാണ് എന്നുള്ളതാണ്. 40 കോടി രൂപയാണ് ലീഗ് ഈ ഭവന പദ്ധതിക്കായി പിരിച്ചെടുത്തത്. ഭവന പദ്ധതിക്കായി പിരിച്ചെടുത്ത തുക എവിടെ എന്നുള്ള ചോദ്യവും ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് പല വിധത്തിലുള്ള കാരണങ്ങളാണ്. ഈ തുകയുമായി ബന്ധപ്പെട്ട് പല കാരണങ്ങളാണ് ലീഗ് ഇപ്പോൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ മറ്റൊരു പ്രശ്നം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. വാങ്ങിയ ഭൂമിയിൽ ഒരു ഭാഗം തോട്ടഭൂമി ആണെന്ന് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. വൈത്തിരി താലൂക്ക് ലാൻഡ് ബോർഡിൽ ഭൂവുടമകളിൽ നിന്ന് വിശദീകരണം തേടിയിരിക്കുകയാണ്. 11 ഏക്കർ ഭൂമിയിലെ ഒരു ഭാഗം കാപ്പിത്തോട്ടം എന്നാണ് വില്ലേജ് ഓഫീസർ നടത്തിയ ഭൂമി വാങ്ങിയ സമയത്ത് ഈ ലീഗ് അതിൽ കൃത്യമായ പരിശോധനകളൊന്നും നടത്തിയിരുന്നില്ലേ? തീർച്ചയായും ഈ ഭൂമി വാങ്ങുന്ന സമയത്ത് തന്നെ ലീഗ് വലിയ പ്രതിസന്ധിയെ നേരിട്ടിരുന്നു. ആദ്യം കണ്ടെത്തിയ ഭൂമി അത് വേണ്ട എന്ന് വെച്ചത് തോട്ടം ഭൂമിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു മാറ്റിയത്. അതുപോലും ലീഗിന്റെ ഉള്ളിൽ വലിയ വിവാദ വിഷയമായി നിലനിന്നിരുന്നു. എന്നാൽ കൃത്യമായി ആരും അതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർത്താൻ തയ്യാറാകാത്തതുകൊണ്ടാണ്. നിയമക്കുരുക്കിൽ ഉള്ള ഭൂമിയൊക്കെ വാങ്ങുമ്പോൾ വളരെ വിലക്കുറവിൽ കിട്ടും, പക്ഷെ പിരിച്ചത് 40 കോടിയാണ്. അതിനെതിരെ നേരത്തെ തന്നെ പരാതി ഉയർന്നു, ജോഷില സൂചിപ്പിച്ച പോലെ അല്ലേ? നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു. കാരണം വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയാണ് ആദ്യത്തെ ഭൂമി ഒഴിവാക്കിക്കൊണ്ട് ഈ ഭൂമി വലിയ വില കൊടുത്ത് വാങ്ങാൻ ലീഗ് തയ്യാറായത് എന്നുള്ള ഒരു വിമർശനം അന്ന് തന്നെ ലീഗ് പ്രവർത്തകർക്കിടയിൽ ഉയർന്നിരുന്നു. എന്നാൽ അതൊക്കെ തന്നെ ഒതുക്കി തീർക്കാൻ ലീഗ് നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ വാങ്ങിയ ഭൂമിയിലും ഇതിനേക്കാൾ വലിയ പ്രശ്നമായി ഉയർന്നു വരികയാണ്. 11 ഏക്കർ ഭൂമിയിലെ ഒരു ഭാഗം കാപ്പിത്തോട്ടം എന്നാണ് വില്ലേജ് ഓഫീസർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. തുടർ നടപടിക്കായി കണിയാമ്പറ്റ സോണൽ ബോർഡ് ഓഫീസർക്ക് കൈമാറിയ റിപ്പോർട്ടിലാണ് സോണൽ ബോർഡ് ഭൂവുടമയായ കല്ലങ്കോട് മൊയ്തുവിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ലാൻഡ് ബോർഡിൽ രേഖകൾ സഹിതം ഹാജരായി വിശദീകരണം നൽകണമെന്നാണ് നോട്ടീസ്. ഭൂമി കല്ലങ്കോട് മൊയ്തുവിന്റെ ഭൂപരിഷ്കരണ നിയമപ്രകാരം ഇളവ് നൽകിയ 11.12 ഏക്കറിൽ പെട്ടതായതിനാൽ തോട്ടഭൂമി തരം മാറ്റിയതിൽ ഭൂപടം ബോധിപ്പിക്കാനുള്ള വിശദീകരണം അറിയിക്കണം എന്നാണ് നോട്ടീസിൽ പറയുന്നത്. എന്തായാലും ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രശ്നത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ ഭൂമി വാങ്ങലുമായി ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്.